ഞാൻ ഇടയ്ക്കുള്ള എല്ലാവരുടെയും ആവശ്യമാണ് ജീവിതത്തിൽ നന്നായിട്ട് സന്തോഷം, നമ്മുടെ നല്ല ഹാപ്പിനെസ് ആയിരിക്കണം, അതേപോലെ നമുക്ക് സമാധാനം ഉണ്ടായിരിക്കണം എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമുക്ക് നിൽക്കാൻ നല്ലൊരു വീടുണ്ട്, മഴയോ വെയിലോ ഒന്നും കൊള്ളാതെ, അതുപോലെ നല്ല വസ്ത്രമുണ്ട്, അതേപോലെ നമുക്ക് സമയത്തിന് കഴിക്കാൻ നല്ല രീതിയിലുള്ള ഭക്ഷണമുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം തരും അല്ലേ? നമുക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ ഇല്ല, ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, ഈ സമയത്ത് നമുക്ക് എ സി ഉണ്ട്. ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ ആ ഓൺ ദ സ്പോട്ടിൽ കിട്ടുന്ന സന്തോഷങ്ങളാണ്. പക്ഷേ നമ്മൾ ഈ വീടെടുത്തത് ഒരു ലോണിലാണെങ്കിൽ, നമ്മൾ ഈ എ സി വാങ്ങിയത് EMI-യിലാണെങ്കിൽ, ഈ സന്തോഷം ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിലും, നമ്മൾ ഏത് സമയത്താണെങ്കിലും നമുക്ക് ലോൺ അടച്ച് തീർത്തില്ലല്ലോ, EMI ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മളൊരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, കറുത്തിട്ടാണ് ആൾ, കഷണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ തന്നെ ഒഴിവാക്കിയൊക്കെ ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾ പറഞ്ഞ് ഒഴിവാക്കിയിട്ട് പിന്നെ വേറെ അവർക്ക് കണ്ട അവരുടെ എല്ലാ രീതിയിലും ഒത്ത നല്ല സുന്ദരനായ ആളെ കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അവർ ഓക്കെ പറയാം, അവർ കല്യാണം കഴിയും. പക്ഷെ അതിനുശേഷം അവരുടെ ജീവിതം പോകുന്ന പോക്കെന്ന് പറയുന്നത് ഒരുപാട് ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര ആ സമയത്ത് ആ സൗന്ദര്യം, നമ്മൾ കണ്ട സൗന്ദര്യം അന്നേരം ഒരു സന്തോഷം തന്നു. പക്ഷെ പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് അതൊരു സമാധാനം അവർക്ക് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് പേരുടെ കാര്യങ്ങളിലൊക്കെ തന്നെ. അപ്പം നമ്മുടെ സന്തോഷം നമുക്ക് കുറച്ച് നേരത്തേക്കല്ലേ നമ്മൾ കാണുന്ന കാഴ്ചയിൽ നമുക്ക് പൈസ കൊടുത്താൽ വരെ കിട്ടുന്ന ഒരു കാര്യമാണ് സന്തോഷം എന്ന് പറയുന്നത്. പക്ഷെ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ജീവിക്കുന്ന ജീവിത ശൈലി അനുസരിച്ച് നമുക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം കേട്ടോ. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും നല്ലൊരു കാര്യം. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളത്. സന്തോഷം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോയ്സ് ആയിട്ട് എടുക്കാം, നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും. പക്ഷെ സമാധാനം ഒരിക്കലും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സമാധാനമാണ്. സമാധാനമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ജീവിക്കാൻ പറ്റാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം പഞ്ചുവലായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരിക്കലും ലേസിനെസ് കാണിക്കാതെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സമാധാനത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ശരിക്കും സമാധാനം നമ്മുടെ ലൈഫിൽ വരുള്ളൂ. അല്ലാതെ ലേസി ആയിട്ട് നമ്മൾ വരുമാനത്തെക്കാളേറെ ചെലവ് നടത്തുക, നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. നമുക്ക് കടബാധകളും പ്രയാസങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സമാധാനത്തെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ശരിക്കും സന്തോഷം ഉണ്ടാവുക.